ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. ചൈനീസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗോബി മഞ്ചൂരിയൻ ആണ്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും അറിയാം, മിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അനിയൻ വരുന്നുണ്ട്, അതായത് ഹസ്ബൻഡിൻ്റെ ഹരിയുടെ അനിയനും ഒരു കസിനും വരുന്നുണ്ട് കൂടെ. അപ്പോൾ അവന് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ഒരു വലിയ കോളിഫ്ലവറിൻ്റെ ഒരു ഹാഫ് കോളിഫ്ലവറാണ്, അതിൻ്റെ പാതിയാണ് ഞാൻ വാങ്ങിയുള്ളൂ. അപ്പോൾ അതിൻ്റെ പാതി ഞാൻ ചെറിയ ഫ്ലോററ്റ്സ് ആക്കിയിട്ട് ചെറിയ പീസസ് ആയിട്ട് അതിൻ്റെ പൂ മാത്രം എടുത്തിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് കോളിഫ്ലവർ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തു. അപ്പോൾ ഒന്ന് ഇത് കുക്കായി വരും. പിന്നെ അതിൽ എന്തെങ്കിലും പുഴുവോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, ഫംഗസോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ കളറ് മാറും. അതുകൊണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് അത്രയും മതി. അപ്പോൾ അങ്ങനെ വേവിച്ച് വെച്ചതാണ് ഈ ഒരു പാത്രം. അപ്പം ഇനി ഇത് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് കോളിഫ്ലവർ മാത്രം എടുത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം. ഒട്ടും വെള്ളം പാടില്ല, കാരണം നമുക്ക് ഇത് ഇനി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ട് വേണം ഞാനൊരു മഞ്ചൂരിയൻ ആക്കാൻ പോകുന്നത്, ഒരു സെമി ഗ്രേവി മഞ്ചൂരിയൻ ആക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുണ്ട്, വളരെ ഈസിയാണ്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നാളെ അപ്ലോഡ് ചെയ്യാം. കാരണം ഒന്നിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലേ, ഞാൻ ഒന്നിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം ഒന്നിച്ചിട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഭയങ്കര വലുതായി തോന്നും, ബോറടിക്കും. പിന്നെ ഇത്ര ലോങ് വീഡിയോ ഇതിനെക്കാട്ടിലും നല്ലത് കട്ട് ചെയ്തിട്ട് ഇടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 2 സെപ്പറേറ്റ് വീഡിയോയും ആയി നിങ്ങൾക്കും കാണാൻ സൗകര്യം അതായിരിക്കും. അപ്പം എന്തായാലും നമുക്കിന്ന് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനുള്ള ബാറ്റർ, നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കോളിഫ്ലവർ ഇവിടെ വേവിച്ച് ഒരു 2-3 മിനിറ്റ് ചുടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട്, തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതേപോലെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതാണ് ഞാൻ ഒരു 2-3 മിനിറ്റ് വേവിച്ച് വെച്ചത്. എന്നിട്ട് വെള്ളം ഒരു സ്ട്രെയിനറിൽ കൂടെ കളഞ്ഞിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ആദ്യം ചെറിയൊരു തിൻ ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് കോളിഫ്ലവറൊക്കെ നന്നായി കോട്ട് ചെയ്ത ശേഷം, ഉള്ളിലൊക്കെ നന്നായി പിടിച്ച ശേഷം നമുക്ക് അതിനെ തിക്കാക്കി എടുക്കണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മെഷർമെൻറ്റ് ടേബിൾ സ്പൂണിൽ തന്നെ അളന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 5, 6 ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം ഇതൊന്ന് ചെറിയൊരു തിൻ ബാറ്റർ, ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററല്ല, കുറച്ച് തിക്കായിട്ടുള്ള തന്നെ ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൈദയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട്, ഇത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. കണ്ടോ, കട്ടയില്ലാതെ ഞാൻ നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് തിന്നാക്കി എടുക്കാൻ പോവണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതൊക്കെ ഓരോരുത്തർ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. കണ്ടോ, ഇതേപോലെ ഒരു തിൻ ബാറ്ററി ആക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഞാൻ ഈ കോളിഫ്ലവറിൻ്റെ മേലെ കൂടെ കുറച്ച് വെള്ളമുണ്ട്, അതുകൂടെ ഒന്ന് ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കോളിഫ്ലവർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി കോട്ട് ചെയ്ത്, കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കണം, എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാവിടെയും നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് വരുള്ളൂ. നമുക്ക് ഫ്രൈ ചെയ്യണതും നമുക്ക് 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം കോട്ട് ചെയ്ത് ഓരോന്നിലും പിടിക്കണം. അപ്പോൾ അതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോഴും നല്ല തിന്നായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ തിക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് എക്സ്ട്രാ ഞാൻ കുറച്ച് കോൺഫ്ലോറും മൈദ എടുത്ത് വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഏകദേശം 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ, അതേമാതിരി 1 ടേബിൾ സ്പൂണ് മൈദ, എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. നമുക്ക് ഓരോന്നും വിട്ടും വരണം, നല്ല തിക്കായിട്ട് വരും വേണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടോ, നല്ല തിക്കായിട്ട്, കാരണം ആദ്യം തിന്നായിട്ട് ചെയ്താലേ നന്നായിട്ട് ഇതിലെല്ലാത്തിലും കോട്ട് ചെയ്ത് പിടിക്കുള്ളൂ. ആദ്യമേ ബാറ്റർ നമ്മൾ തിക്കായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിലെല്ലാത്തിലും പിടിക്കില്ല, അല്ലാതെ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക്, ഇപ്പോൾ ഇത് ബാറ്റർ റെഡിയായി. അപ്പോൾ ഞാനിനി കൈ ഒന്ന് കഴുകിയിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ഫ്രൈങ് പാനിലോട്ട്. നമുക്ക് ഇനി ഇതൊന്ന് ഓരോന്നെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. കുത്തി നിറക്കരുത്, കുറച്ച് മാത്രം ഇട്ടിട്ട് കോരിയെടുക്കുക. ഓക്കെ, അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഞാൻ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ലോ ഫ്ലെയിമിലേക്കാണ് ഇട്ട് വയ്ക്കുന്നത്, കാരണം നമ്മൾ പതുക്കെയല്ലേ ഇടുന്നത്, അതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതായ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നോക്കൂ, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് ആദ്യത്തെ ബാച്ചാണ്, കോരി മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലേ കറക്റ്റായിട്ടുള്ള കളർ വരുള്ളൂ. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര പതുക്കെ എടുക്കുന്നത്, സ്ക്രാച്ച് വരാതെ എടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതേപോലെ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച്, അതായത് ഫസ്റ്റ് ഫ്രൈ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഫ്രൈ ചെയ്ത് കണ്ടോ, ചെറിയ ലൈറ്റ് ഗോൾഡൻ, ചിലതെല്ലാം ക്രിസ്പാണ്, ചിലതെല്ലാം ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ ഇത് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാവട്ടെ. ഞാൻ അതിൽ കുറച്ച് എടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്, നല്ല ക്രിസ്പായിട്ട് വരാൻ വേണ്ടിയിട്ട്. കണ്ടോ, കുറച്ചുകൂടെ കളർ മാറി, കുറച്ചുകൂടെ ഡാർക്ക് നിറം വന്നിട്ടുണ്ട്. 2 സെക്കൻഡ് മതി. ഇനി നമുക്ക് ഇത് കോരിയിട്ട്, ഞാനിവിടെ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, കുറച്ചുകൂടെ കളർ മാറിയിരിക്കുന്നത്. ഓൾറെഡി ഞാൻ കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്, അതായത് ഗോബി 65 എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക വീഡിയോ. അപ്പോൾ വീഡിയോ ലിങ്ക് ഇപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതേപോലെ എല്ലാ ബാച്ചും ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ കുഞ്ഞായി അരിയാൻ പോവുകയാണ്.
ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് വേണം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സവാള, അതായത് ഒരു വലിയ സവാളയായിരുന്നു, അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും മതി. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സറിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്, അതായത് പൊടിയായി അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ അരിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിതെല്ലാം പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എപ്പോഴും മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോഴും ഏത് ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോഴും വലിയൊരു ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ചൈനീസ് ഡിഷസ് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം പാൻ ഒന്ന് നന്നായി, ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്ന ഉടനെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചത് പച്ചമുളക്, വെളുത്തുള്ളി, സാധാരണ വലിയ ഉള്ളി അത്രയും ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കെച്ചപ്പുകളും കോളിഫ്ലവറും സോസസും കുരുമുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാദ്യം ഒന്ന് ആവട്ടെ, ഒന്ന് ചൂടായ ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചീനച്ചട്ടി അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചൈനീസ് ഡിഷസിലെ മെയിൻ ഫ്രൈഡ് റൈസിലായാലും ഗോബി മഞ്ചൂരിയൻ ആയാലും ഇപ്പോൾ എന്ത് ചൈനീസിൻ്റെ ഏത് ഡിഷായാലും അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് സ്പ്രിംഗ് ഒനിയൻ. ഇതാണ് സ്പ്രിംഗ് ഒനിയൻ, കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ഇതായിട്ട് വരും. ഇവിടെ സാധാരണ ചിലപ്പോൾ ഇതിൽ ചെറിയ ഉള്ളി കാണാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഇതിലില്ല. അപ്പോൾ നമുക്ക് ഇതാണ് സ്പ്രിംഗ് ഒനിയൻ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ വേരൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, ചിലപ്പോൾ അതിൽ ചളി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയർ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് വാടിയെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. എന്നിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഡെക്കറേഷനും ആവശ്യമുണ്ട്, ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോഴും കറി ഉണ്ടാക്കുന്ന സമയത്തും ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈഡ് റൈസിന് എടുക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് മഞ്ചൂരിയൻ ആവശ്യമില്ല, ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിൽ ഇത് ആവശ്യമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഗ്രീൻ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചീനച്ചട്ടി നല്ല ചൂടായി, ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ചീനച്ചട്ടിയിലോട്ട് ഞാൻ ഇതെല്ലാം വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇത്രയും വളരെ കുഞ്ഞായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ക്രിസ്പ്നെസ് പോവാതെ ജസ്റ്റ് ഒന്ന് കളർ മാറാൻ മാത്രമേ പാടുള്ളൂ. അതിൻ്റെ ക്രിസ്പ്നെസ്സോ കളറോ ഒന്നും ലൈറ്റ് ബ്രൗൺ നിറമൊന്നും ആവാൻ പാടില്ല. ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടാൻ മാത്രം മതി. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ ആ വെളുത്തുള്ളി ചീനച്ചട്ടിയിലേക്ക് ടച്ച് ചെയ്ത് ഉടനെ നല്ല മണം വരാൻ തുടങ്ങിയിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് ഇടുക. ഇത് വേണം ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാം റെഡിയാക്കി വെക്കുക കേട്ടോ. സോയാ സോസ്, ചില്ലി സോസ്, കെച്ചപ്പ്, ഉപ്പ്, സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ്, ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമുക്ക് സോയാ സോസിലും ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബാറ്ററിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് ഏകദേശം 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സാധാരണ ഡാർക്ക് സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം സോയാ സോസ്, അതേമാതിരി 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. അപ്പോൾ റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 മുതൽ 1/2 കപ്പ് വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, എന്നിട്ട് വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ റെഡ് ചില്ലി സോസിന് പകരം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒന്നുകൂടെ അളവ് പറയാം. ആ ശബ്ദത്തിൽ കേട്ടിട്ടില്ലെങ്കിൽ ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. ലൈറ്റ് സോയാ സോസ് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ലൈറ്റ് സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കെച്ചപ്പും ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമുക്കിതിലോട്ട് ഞാൻ ഏകദേശം 1/2 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിവിടെ കോൺഫ്ലോറും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്ന് ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് എടുക്കണം. മുഴുവൻ വേണ്ടി വരില്ല, നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടോ നല്ല തിക്കായി വന്നത്. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഇതിലോട്ട് നന്നായി കോട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ തീ കുറച്ചു കേട്ടോ, വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കോൺഫ്ലോർ. കണ്ടോ ഇപ്പോൾ തന്നെ സോസ് നല്ല തിക്കായി. നമുക്ക് ഈ കോളിഫ്ലവറിലേക്ക് കോട്ട് ചെയ്യാനുള്ളതും വേണമായിരുന്നു. അപ്പോൾ കോളിഫ്ലവറിലേക്ക് കോട്ട് ചെയ്ത് വന്നപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇനിയും കോൺഫ്ലോറിൻ്റെ ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര തിക്കായി പോകുമായിരുന്നു. കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിക്കാക്കി എടുക്കാം. എല്ലാത്തിലും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. അപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതും കുറച്ച് വെച്ച് വയ്ക്കാം, മേലെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഹോട്ടൽ സ്റ്റൈൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗോബി മഞ്ചൂരിയൻ റെഡിയായി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കൂ. ഞാനിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായത് ഇനി അടുത്ത ഞാൻ ഇടാൻ പോകുന്ന ഫ്രൈഡ് റൈസാണ്. അപ്പം അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.